വയനാട് തുരങ്കപാത സംബന്ധിച്ച് പോലും പരിസ്ഥിതിവാദികൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഏറ്റവും വലിയ ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല പോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇതാണോ ഇവിടെ അനിവാര്യമായിട്ടുള്ളത് എന്നാണ്. അപ്പോൾ വികസനത്തിന് ആരും കൂട്ടുനിന്നില്ല എന്ന് സർക്കാർ പറയുന്നതിനെ ഏതളവിൽ നമുക്ക് പിന്തുണയ്ക്കാൻ കഴിയും? ഗോപികൃഷ്ണൻ, നമുക്ക് ഈ രണ്ട് തരത്തിൽ കാണാം. ഒന്ന്, എക്സ്പ്രസ് ഹൈവേ ചർച്ച നടന്ന കേരളമാണിത്. അതിനുശേഷം 45 മീറ്റർ റോഡാക്കണമോ 38 മീറ്റർ റോഡാക്കണമോ എന്നുള്ളത് വലിയ ചർച്ച ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടന്നിരുന്നു. അങ്ങനെ സർവകക്ഷി യോഗം ചേർന്ന് 45 മീറ്റർ എന്നുള്ള നിലയിലേക്ക് അത് കൊണ്ടുപോയി. നമുക്ക് ഇപ്പോഴറിയാം, അന്ന് എക്സ്പ്രസ് ഹൈവേ എന്ന രീതിയിൽ വിഭാവനം ചെയ്തതിനേക്കാൾ വലിയ റോഡാണ് ഇപ്പോൾ മംഗലാപുരത്തേക്ക് തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നത്, പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് ഉന്നയിച്ച ആരോപണങ്ങൾ അല്ലെങ്കിൽ അന്ന് ഉന്നയിച്ച വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഇത്രയും വലിയ റോഡ് വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇത്ര വേഗത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അതേസമയത്ത് ഈ ആശങ്കകൾ, പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകളൊക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് ഇതിൽ ഏറ്റവും വലിയ തടസ്സമായി നിന്നിരുന്നത്. നേരത്തെ ദിലീപ് സൂചിപ്പിച്ചതുപോലെ ഭൂമി ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു. ആ നിലയിൽ വലിയ മാറ്റം കൊണ്ടുവന്ന ഒരു സർക്കാരാണ് കഴിഞ്ഞ 2 ടേമിൽ ഇവിടെ ഭരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം മാർക്കറ്റ് വില എത്രയാണോ അതിലും അപ്പുറം കൊടുത്ത് ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു എന്നുള്ളിടത്താണ് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള എവിടെയെങ്കിലും എന്തെങ്കിലും പ്രൊട്ടസ്റ്റ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗെയിലുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു, പിന്നീട് അവിടെ പോയി ഗെയിൽ പദ്ധതി നടപ്പിലായില്ലേ? അപ്പോൾ അത്തരത്തിൽ വലിയ ആളുകൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുന്നതോടുകൂടി അവർക്ക് കാര്യമില്ല. സമീപകാലത്ത് കണ്ടില്ലെന്നല്ല, കേരളത്തിനെതിരായി പ്രതിഷേധം നടക്കുകയും ശക്തമായതിനെ തുടർന്ന് ആ പദ്ധതിയിൽ നിന്ന് സർക്കാർ തൽക്കാലം ഏറ്റെടുക്കേണ്ടി വന്നില്ല. അല്ല, അത് ഭൂമി ഏറ്റെടുത്തിരുന്നെങ്കിൽ അതൊരു പ്രശ്നമാവില്ലായിരുന്നതാണ് ഞാൻ പറഞ്ഞത്. ഭൂമി ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ അത് പ്രശ്നമല്ലായിരുന്നു. അതൊരു പ്രചാരണത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു നടപടിയും ഉണ്ടായില്ലല്ലോ ഗോപി. എന്തെങ്കിലും ഉണ്ടായതിനു ശേഷം ഒരാളിന്റെ വസ്തുവിൽ കൊണ്ടുവന്ന് മഞ്ഞക്കുറ്റി അടിക്കുക, ഇവിടം ഒരു പദ്ധതിക്ക് വേണ്ടി എടുക്കാൻ പോകുന്ന സ്ഥലമാണെന്ന് പറയാം. ആ ഭൂ ഉടമയെ സംബന്ധിച്ച് അയാൾക്കൊരു വായ്പ കിട്ടില്ല, അവിടെ എന്തെങ്കിലും ഈ ഭൂമി വിൽക്കാൻ കഴിയില്ല. അങ്ങനെ എത്രയോ പ്രശ്നങ്ങളുണ്ട്. സർക്കാരിനെ സംബന്ധിച്ച് ഒരു കുറ്റി ഇട്ടിട്ട് പോയാൽ മതി. പക്ഷെ അത് എത്രയോ ദേശീയപാതയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. അത് എത്രയോ ചർച്ച അല്ലല്ല അങ്ങനെ പൈസ കൊടുക്കാന്നല്ല. ദേശീയപാതയുടെ കാര്യത്തിൽ അറിയാമല്ലോ, എത്രയോ ചർച്ചകൾ, എത്രയോ സമരങ്ങൾ കേരളം കണ്ടതാണ്. ഈ ചർച്ചകൾക്കൊക്കെ ഒടുവിൽ ഒരു സമവായത്തിലെത്തിയാണ്. പൈസ കൊടുക്കാതെ എന്തായാലും ഭൂമി ഏറ്റെടുക്കില്ലല്ലോ. അല്ല, കേരളത്തിന്റെ കാര്യത്തിൽ ഉടമകൾക്ക് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് സർക്കാർ അന്ന് ആ നടപടികൾ പറഞ്ഞത് തന്നെയാണ്. അതായത് ഭൂമി ഏറ്റെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊന്നും പോയിട്ടില്ല. അതിന് മുൻപ് തന്നെ രാഷ്ട്രീയമായി തന്നെ അതിനെ എതിർക്കുക, അതായത് ഈ പദ്ധതി വേണ്ട എന്ന ഒരു തീരുമാനം UDF എടുക്കുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷം എടുക്കുന്നു, BJP ഉൾപ്പെടെ. ഭൂവുടമകളൊക്കെ രണ്ടാമതാ വരുന്നത്. അതിന് രാഷ്ട്രീയമായ തീരുമാനം വന്നു കഴിഞ്ഞു, ഈ പദ്ധതി ഇവിടെ വേണ്ട. കേരളയിൽ വിരുദ്ധ ജനകീയ സമര സമിതി ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു പ്രക്ഷോഭമായിരുന്നു എന്നാണ് അപ്പൊ തനേഷ് പറഞ്ഞു വരുന്നത്. അല്ല, ആ രാഷ്ട്രീയ അങ്ങനെ ഒരു സമിതി രൂപീകരിക്കാൻ തന്നെ ഊർജ്ജമായ BJP അടക്കമുള്ള പ്രചരണങ്ങളാണെന്നാണ് ഞാൻ പറയുന്നത്. ആ കേരളയിൽ വിരുദ്ധ സമര സമിതിയുടെ നേതൃത്വത്തിലൊന്നും ഒരു പാർട്ടിയുടെയും നേതാക്കൾ അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് ആരോപണം ഉണ്ടോ? ബന്ധപ്പെട്ട് ഏത് പദ്ധതികൾ കേരളത്തിന്റെ ചരിത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അതിലൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടില്ലേ? പിന്നീടല്ലേ ചർച്ചകൾ നടന്നത്? ഗെയിലിൽ ഉണ്ടായിട്ടില്ലേ? ദേശീയപാത വികസനത്തിലുണ്ടായിട്ടില്ലേ? മലയോര വികസനത്തിലുണ്ടായിട്ടില്ലേ? പക്ഷെ ആ പ്രതിഷേധങ്ങൾ ഇല്ലാതെ ഭൂമി ഏറ്റെടുക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. അതായത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ആ പ്രതിഷേധങ്ങൾക്ക് കൊടി പിടിക്കുകയും ആ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഈ പദ്ധതി നടപ്പാക്കരുത് എന്ന് പറയുകയും അതിനു വേണ്ടിയിട്ട് എല്ലാ തരത്തിലുമുള്ള സമരങ്ങൾ നയിക്കുകയും ചെയ്ത പാർട്ടിയാണ് വികസനത്തിന്റെ കാര്യം പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ അസിത ചോദിച്ചു അങ്ങനെ ഭൂമി ഏറ്റെടുത്തിട്ടില്ലേ എന്ന്. തനേഷും പറഞ്ഞു അങ്ങനെ എത്രയോ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. ഏത് ഭൂമി ഏറ്റെടുത്തത് എങ്ങനെയാണ്? അത് കേന്ദ്ര സർക്കാർ, ഇപ്പൊ ദേശീയപാതയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അംഗീകാരമുണ്ട്. അത് കേന്ദ്ര സർക്കാർ കൂടി ഇൻസിസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ 45 മീറ്റർ ആണെങ്കിൽ മാത്രമേ നമുക്ക് കേരളത്തിൽ ഹൈവേ വികസിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇത് ഭൂമി ഏറ്റെടുത്താൽ ഉടൻ തന്നെ, അല്ലെങ്കിൽ അവിടെ കുറ്റിയിട്ടാൽ ഉടൻ തന്നെ ആ വികസന പദ്ധതി വരികയാണ്. ഇവിടെ ഏത് കാലത്ത് വരും? ഈ ഒരു കുറ്റി ഇട്ടിട്ട് അങ്ങ് പോവാണ് ഒരു സർക്കാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.